പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര പാർട്ടി ഓഫീസിന് പിന്നാലെ സമാന്തര ഡിവൈഎഫ്ഐ യൂത്ത് സെന്റർ പ്രവർത്തനം തുടങ്ങി. പുറത്താക്കപ്പെട്ട ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി എസ് സദാം ഹുസൈൻ, മുൻ പ്രസിഡന്റ് കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യൂത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിഖിൽ, ഇതുപോലെയാണ് നമ്മൾ പാർട്ടി ഓഫീസ്, സമാന്തര പാർട്ടി ഓഫീസ് നേരത്തെ കണ്ടത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററും പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. പാർട്ടിയിലെ വിഭാഗീയതയും പിളർപ്പുമൊക്കെ അതിന്റെ ഏറ്റവും തീവ്രതയിലെത്തിയിരിക്കുന്നു പാലക്കാട്ട് എന്ന് സൂചിപ്പിക്കുന്നതല്ലേ ഈ കാര്യങ്ങളൊക്കെ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ നേരത്തെ കൊഴിഞ്ഞാമ്പാറയിൽ, അതിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അങ്ങനെ ഈ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു സമാന്തര പാർട്ടി ഓഫീസ്, ഒരു ജനസേവന കേന്ദ്രം പോലെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററും സമാന്തരമായി തുറന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ്. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്ന എസ് സദ്ദാം ഹുസൈൻ, പ്രസിഡന്റ് കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യൂത്ത് സെന്ററും പ്രവർത്തനം ആരംഭിച്ചത്. ഇവരെ നേരത്തെ ജില്ലാ നേതൃത്വം പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരെ പുറത്താക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവർ ഈ സമാന്തര യൂത്ത് സെന്റർ തുറന്നിരിക്കുന്നത്. എന്തായാലും കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടി നേതൃത്വം ജില്ലാ നേതൃത്വത്തിനെതിരെ നേരിട്ട് പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നിരിക്കെയും ഈ ഘട്ടത്തിലും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് കൊഴിഞ്ഞാമ്പാറയിലെ നേതാക്കളെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആളുകളെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ള നിലപാടാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.